അങ്ങനെ നമ്മൾ ഏറെ എന്ന് പറയുക ഏറെ ആഗ്രഹിച്ച ആ പ്രൊജക്റ്റ് നടക്കാൻ പോകട്ടോ. മലയാള സിനിമയുടെ ഒരു കാലത്ത് എന്താ പറയുക തിയേറ്റർ കൊണ്ട് കുലുക്കിയുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. നമ്മുടെ രാജമാണിക്യം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെത്തിയ അൻവർ റഷീദ്. അതിനുശേഷം അദ്ദേഹം അണ്ണൻ തമ്പി, അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ചോട്ടാ മുംബൈ, ഈ ചിത്രങ്ങളൊക്കെ സമ്മാനിച്ച് നമ്മുടെ അൻവർ റഷീദ് അദ്ദേഹത്തെ കൊടുക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. ഇൻഡസ്ട്രിയിൽ ഒരു എന്താ പറയുക ഒരു സംവിധായക കുപ്പായം അണിയിപ്പിച്ച്. അപ്പോൾ ഇവർ തമ്മിൽ വരികയാണ്, ഒരുമിക്കാണ് ഒരുപാട് കാലത്തിന് ശേഷം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവ ആ ഒരു കൂട്ടുകെട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇവരുടെ ഈ കൂട്ടുകെട്ട് നമുക്കൊന്നും കൂടി കാണാം. കാരണം ഒരു മൾട്ടി സ്റ്റാർ അല്ല എന്ന ഒരു എന്താ പറയുക ഒരു താരത്തെ വെച്ച് തന്നെ എത്രത്തോളം തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കുക, ഫാമിലി ഓഡിയൻസിനെ, യൂത്ത് ഓഡിയൻസിനെ, കുട്ടികളെ എങ്ങനെ തിയേറ്ററിലോട്ട് കൊണ്ടുവരാമെന്ന് കറക്റ്റ് അതിൻ്റെ പൾസറിഞ്ഞൊരു ഡയറക്ടറായി നമ്മുടെ അൻവർ റഷീദ്. ഇന്നത്തെ വൈശാഖിൻ്റെ അതേ ഒരു ടൈപ്പിലുള്ള ഒരു ഡയറക്ടറായി നമ്മുടെ അൻവർ റഷീദ്. എടുത്ത ചിത്രങ്ങളെല്ലാം ഒന്നൊന്ന് മെച്ചം. നമ്മുടെ 2005 രാജമാണിക്യം എന്ന ചിത്രമൊക്കെ തിയേറ്റർ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ചും മമ്മൂക്കയുടെ ഇൻട്രസ്റ്റ് ഹിറ്റായതാണ്. അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് മമ്മൂക്ക അൻവർ റഷീദ് കൂട്ടുകെട്ട് ഒന്നിക്കാണ്. അതും അതിനേക്കാളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ സിനിമ നിർമ്മിക്കുന്നത് മലയാളത്തിൻ്റെ ഇപ്പോഴത്തെ വലിയ പ്രോജക്റ്റുകൾ നിർമ്മിക്കുന്ന മാർക്കോ, ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന കാട്ടാളൻ, ഈ 2 ചിത്രങ്ങളുടെയും പ്രൊഡ്യൂസറായ ഷെരീഫ് മുഹമ്മദ്, അതായത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ഈ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മുടെ ഷൈലോക്ക്, സ്ക്രിപ്റ്റ് എഴുതിയ അനീഷും അതുപോലെ ബിബിനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ഒരു പക്ക മാസ് മസാല തിയേറ്ററിക്കൽ സംഭവമാകും ഈ ചിത്രം എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. എന്തായാലും ഈ വർഷം അവസാനത്തോടെ ചിത്രത്തിൻ്റെ ഒരു ഷൂട്ട്, അതായത് ഡിസംബർ ലാസ്റ്റോടെ ചിത്രത്തിൻ്റെ ഷൂട്ട് ഉണ്ടാവുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. കാരണം ക്യൂബ്സിൻ്റെ ഒരു പടം മമ്മൂക്കൊക്കെ ഉണ്ടായിരുന്നു, അത് ഖാലിദ് റഹ്മാനായിരുന്നു സംവിധാനം ചെയ്തത്. പിന്നെ അവർ തമ്മിലുള്ള ചെറിയ ചർച്ചകൾ കാരണം ആ ചിത്രത്തിൻ്റെ അവർ അതിൽ നിന്ന് മാറി ഖാലിദ് റഹ്മാൻ വേറെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിൽ തന്നെ ആ സിനിമ ചെയ്യാൻ പോവുകയാണ് മമ്മൂക്ക വെച്ചിട്ട്. പക്ഷേ എന്നാലും ക്യൂബ്സ് അന്ന് പറഞ്ഞിരുന്നു, ഈ അടുത്തും പറഞ്ഞിരുന്നു മമ്മൂക്ക പ്രോജക്റ്റ് ഉണ്ട്, അതിൽ തമിഴിൽ നിന്നും നമ്മുടെ അനിരുദ്ധിനൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനായിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു കൊണ്ടുവരവും ഇവരുടെ ഒത്തൊരുമൊക്കെ ഈ ചിത്രത്തിൽ നമുക്ക് എന്തായാലും കാണാം. ഡിസംബർ ലാസ്റ്റോടെ ചിത്രത്തിൻ്റെ ഷൂട്ട് ഉണ്ടാവുമെന്നാണ് കേട്ടത്. നമ്മുടെ ഷൈലോക്ക് പോലെ ഒരു അതിനേക്കാൾ ഉപരി അൻവർ റഷീദിൻ്റെ രാജമാണിക്യത്തിനേക്കാളൊക്കെ ഒരു ഉപരി വേറെ രീതിയിലുള്ള ഒരു പടം നമുക്ക് എന്തായാലും സമ്മാനിക്കുന്നതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷ. അപ്പോൾ ക്യൂബ്സ്, മമ്മൂക്ക, അൻവർ റഷീദ് പടം നമുക്കൊന്ന് പൊളിക്കാളെല്ലാം ഉണ്ടാവും. തിയേറ്റർ ആളുകൾ അർമാദിക്കാനുള്ള എല്ലാ ചേരുവകളും അതിൽ ചേർത്തിട്ടാണ് ആ ചിത്രം വരാൻ പോകുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.